വൈഗ എന്തോ നൗഷാദേട്ടാ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. സൂപ്പർ. നൗഷാദേട്ടനെ സംബന്ധിച്ച് അമൃത ടിവിയുടെ അല്ലെങ്കിൽ ഈ ഒരു വേദി പുതിയതല്ല. കാരണം പാടാൻ നേടാന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഓൾറെഡി വന്നതാണ്. ഇപ്പൊ നൗഷാദേട്ടനും മഞ്ജരി ചേച്ചിയും ഈ ഫ്ലോറിലുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, മഞ്ജരി ചേച്ചി ചേട്ടൻ്റെ ഒരു പാട്ട് പാടിയിട്ടില്ലേ? ഒരു ആൽബം കമ്പോസ് ചെയ്തത് ഡിവോഷണൽ ഹിന്ദു ഡിവോഷണൽ ആൽബത്തിൽ പാടിയിട്ടുണ്ട്. മഞ്ജരി ചേച്ചി വിഷ്ണുമായ എന്താ ഓർമ്മയല്ലേ മഞ്ജരിക്ക്? പാർവതി ദേവിയെ പൂജിച്ചു വാഴുന്ന താപസ കന്യയാ കൂളിവാക. ഇതല്ലേ? അതെ. വെരി ഗുഡ് വെരി ഗുഡ്. അതുപോലെ നൗഷാദേട്ടാ സിനിമയിലൊക്കെ പാടി. ഇപ്പൊ അടുത്ത് പാടിയത് അഞ്ചക്കള്ളക്കൊക്കല്ലേ? കഴിഞ്ഞ വർഷം അഞ്ചക്കള്ളക്കൊക്കാൻ ഒരു ഫിലിമിൽ ചെറിയ 2 സോങ് പാടിയിരുന്നു. ഓക്കെ. പിന്നെ വേറെ ഏതൊക്കെയായിരുന്നു പ്ലേ ബാക്കിങ് ചെയ്തിട്ട്? പിന്നെ മുൻപ് കയ്യെത്തും ദൂരത്തെന്ന് പറഞ്ഞിട്ടൊരു ഫിലിമില് മോഹൻലാൽ സാറിന്റെ കുറെ വർഷം മുമ്പാണ്. നമുക്ക് ഏതെങ്കിലും ഒരു 2 ലൈൻസ് ഏതെങ്കിലും ഒരു പാട്ട്. നാണം മേലാകെ ഉമ്മ വച്ചഴകിൻ കിങ്ങിണി കിണുക്കും പ്രായം കയ്യെത്തും ദൂരത്ത് മെയ്യെത്തും തേന്മാവിൽ പുണരാൻ മാത്രമറിയും ചാരുലതേ ചാരുലതേ നാണം മേലാകെ ഉമ്മവച്ചഴകിൻ കിങ്ങിണി കിണുക്കും പ്രായം. പിന്നെ ഇപ്പൊ റീസെന്റ് നമ്മുടെ ചിത്ര ചേച്ചിയെ കൊണ്ടൊരു പാട്ട് പാടിച്ചു എന്ന് കേട്ടു. കഴിഞ്ഞ വർഷമാണ് അതൊരു പാട്ട് പാടിക്കാൻ ഭാഗ്യമുണ്ടായി. ഓ സൂപ്പർ. വെരി ഗുഡ് വെരി ഗുഡ്. അതേതായിരുന്നു? അതൊരു ഫിലിം സോങ് ആണ്. ഫിലിമിന് പേരിട്ടിട്ടില്ല. അയ്യനെ കാണുവാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദു ഡിവോഷണൽ തന്നെയാണ് പാടിക്കുന്നത്. സൂപ്പർ 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 സൂപ്പർ. താങ്ക് യു സോ മച്ച് നമ്മുടെ വൈഗക്കുട്ടീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതില്. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ ശരത് സർ. വൈകേ എന്തോ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലിറിക്സ് വൈരമുത്തു സാർ, മ്യൂസിക് രാജ സാർ, പിന്നെ പാടിയത് SPB സാറും ജാനകിയമ്മയും. അയ്യോ. സിനിമ മൺവാസനി. അതിലാരാ അഭിനയിച്ചെന്നറിയോ? രേവതി. പിന്നെ പാണ്ഡ്യൻ. അതേ ഇല്ലിപ്പോ. ഇപ്പൊ എനിക്ക് ആദ്യം ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇത് ചെയ്തതിന്റെ കമ്പോസർ ഉണ്ടല്ലോ, ശ്രീ ഇളയരാജ. അദ്ദേഹത്തിന് വലിയ സാഷ്ടാംഗ പ്രണാമം. അല്ല ഒന്നും പറയും. ഇത് ഏത് വർഷം ചെയ്ത പാട്ടാ. അസാധ്യ കോമ്പസിഷൻ. അത് പിന്നെ ജാനകിയമ്മയുടെയും ബാലുവണ്ണന്റെ കാര്യം പറയേ വേണ്ട. അവരങ്ങ് പൂന്ത് വിളയാടിയൊക്കെ. ഇപ്പോൾ രാജാ സാറെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭീകര ഡൈനോസോറാണ്. തമിഴ് ലിറ്ററേച്ചർ ഭീകരധാരണയാണ്. അപ്പോൾ സാറിന് നമസ്കാരമല്ല, വേറെ ഒന്നും പറയാനില്ല. അത്രയ്ക്ക് മഹാനായ അങ്ങനെ ഒരു കമ്പോസർ നമ്മുടെ ഇന്ത്യയിൽ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പം മക്കളെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടാണ്. താങ്ക് യു സർ. ഉഗ്രായിട്ട് പാടി, നല്ല സുഖമായിട്ട് പാടുന്നു. താങ്ക് യു സർ. എനിക്ക് ആ മാമനെ ഒന്ന് സൂചിപ്പിച്ചു തരുമോ? പല രീതിയിൽ. അനൂഫെ ഖമാൻ. ഇത് മോള് ഒറിജിനൽ പാടിയപ്പോൾ നന്നായിട്ട് പാടി. ഈ മാമന് മാത്രം ആ ഒരു കിക്കിളിപ്പെടുത്താൻ വിട്ടുപോയി മാമനെ. അത് മാത്രമേ ഉള്ളൂ. അതൊന്ന് വേണോടാ, അതൊരു സുഖമാണ്. എന്തൊരു കോമ്പസിഷനാടാ. ആ ക്രോമാറ്റിക് ഒന്ന് പാടാമോ മോളെ? അടാ വാടക്കാത്ത് ഞാൻ ഈ പറഞ്ഞത് മോളെ അതൊന്ന് ഫൈൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത്രേ ഉള്ളൂ. എനിക്കൊരു കാര്യം തുറന്നു പറയാനുണ്ട്, പക്ഷെ നീ അത് കേട്ട് വിഷമിക്കരുത്. അല്ല പറയട്ടെ. ഐ ലവ് യു. ചക്കര ഇത് ആരാടാ സെലക്ട് ചെയ്തത് നിനക്ക്? എന്റെ ചാനലുകാരെ നിങ്ങൾക്കൊരു കുമ്പിട്. അസാധ്യ സെലക്ഷൻ. വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ താങ്ക് യു ശരത് സർ. മനോജ് ചേട്ടാ. ആദ്യമായി
ഇളയരാജ സാറിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്തോ ഒരു കമ്പോസിഷനാണ്, ഒരു രക്ഷയില്ല. നമ്മൾ സാധാരണ ചില സംഗീത സംവിധായകരുടെ പാട്ടുകൾ അല്ലെങ്കിൽ ഗായകരുടെ പാട്ടുകൾ പറയുമ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 10 പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 പാട്ടുകളിലൊന്ന് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മൾ പറയാറുള്ളൂ. ഇദ്ദേഹത്തിന് പറഞ്ഞ 500 പാട്ടുകളിലൊന്ന്, 1000 പാട്ടുകളിലൊന്നെന്ന് പറയേണ്ടുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് മ്യൂസീഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അതിവിടെ കൊണ്ടുവന്ന് പാടിയതിൽ ആദ്യം ഇതിൻ്റെ ആരാണ് ചൂസ് ചെയ്ത് അവർക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പാടിയ നൗഷാദ് ക താങ്ക് യു. അസലായിട്ട് പാടി. ആ ഒരു ഫ്ലേവർ, SPBയുടെ ഫ്ലേവറൊക്കെ നന്നായി വന്നു. പിന്നെ വലിയ പ്രൊഫഷണൽ സിംഗറാണ്, അറിയാം. നമ്മുടെ കുട്ടിയോടൊപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്ത് പാടിയതിലും പ്രത്യേക നന്ദി അർഹിക്കുന്നു. വൈഗ നല്ല അതിൻ്റെ ഫീല് മാക്സിമം കൊടുത്ത് തന്നെ പാടി. താങ്ക് യു സർ. അല്ലേ, എന്ത് രസമുള്ള പാട്ടാണ്. എൻ്റെ മുന്നേ ഞങ്ങളിത് നേരത്തെ മുതൽ ഇവിടെ നിന്ന് പറയാം ഈ പാട്ടാണ് പാടാൻ പോകുന്നത്. ഈ ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുക തുടങ്ങാൻ വേണ്ടിയിട്ട്. അത്രയധികം ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇതിൻ്റെ വേറൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണോ ഈ മൺവാസന എന്നാണ് സിനിമയുടെ പേര്, മൺവാസന. ഇത് 82, 84 ആ കാലഘട്ടത്തിൽ റിലീസായ പടമാണ്. ഇപ്പോൾ ചിത്ര ലക്ഷ്മണൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രൊഡ്യൂസറുണ്ട് അക്കാലത്ത്. അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ സെറ്റിൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നോ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നോ എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. എന്നോട് അദ്ദേഹം തന്നെയാണ് ഈ കഥ പറഞ്ഞത്. ഈ മൺവാസനയുടെ ഷൂട്ടിങ്ങിന് മധുരയിൽ ചെല്ലുമ്പോൾ ഭാരതിരാജ സാറ് ഒരു ഹീറോയെ ചൂസ് ചെയ്തിരുന്നു. അയാൾക്ക് എന്തോ ഒരു അസുഖം എന്തോ വരുന്നിട്ട് ഇയാളെ മാറ്റേണ്ട അവസ്ഥ വന്നു. അയാളില്ല, അയാളുടെ ആബ്സെൻസിൽ ഇങ്ങനെ പടം സ്റ്റക്കായിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ ഇവർ വെറുതെ ഒരു ദിവസം മധുര മീനാക്ഷി അമ്മൻ കോവിലിലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ എന്തോ ഉത്സവമൊക്കെ നടക്കുന്ന കാലമായിരുന്നു. അപ്പോൾ 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. ഈ വളയമാല ഉപയോഗിക്കുന്ന കടകളില്ലേ, നമ്മുടെ കോട്ടയത്ത് ചിന്തിക്കട എന്ന് പറയും. അങ്ങനത്തെ നിറയെ കടകളിങ്ങനെ അടുങ്ങിയിരിപ്പുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ പാടി അതിലിങ്ങനെ നടക്കുക. ചുമ്മാ ടൈം പാസിന് പോയതാണ്. പോയപ്പം ഒരു കടയിൽ കയറി, വെറുതെ ഒരു ചിന്തിക്കടയിൽ കയറി, വളക്കടയിൽ കയറിയപ്പം അവിടെ ഒരു വെളുത്ത് ചുവന്നൊരു പയ്യൻ നിൽക്കുന്നു ആ കടയിൽ. അപ്പോൾ ഈ ചിത്രാലക്ഷ്മണൻ സാർ പറയാണ്, ഭാരതിരാജ സാറിന് പെട്ടെന്ന് തോന്നി ഇവൻ നല്ല ആർക്കുമേ, ഇവനെ പോട്ടില്ലാമേ എന്ന് പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് ചൂസ് ചെയ്ത പയ്യനാണ് പിൽക്കാലത്ത് ഏറ്റവും അറിയപ്പെട്ട മൺവാസനയിലെ ഹീറോ ആയിട്ട് വന്ന പാണ്ഡ്യൻ. ഒന്നാലോചിച്ച്, ഒരു നടൻ്റെ ജന്മം ആലോചിച്ച് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എത്രയോ ആൾക്കാർ അഭിനയിക്കാൻ വേണ്ടി രാവിലെ മുതൽ മേക്കപ്പ് ഇട്ട് പാരനും ഷർട്ടൊക്കെ നല്ലതായിട്ട് എത്ര സംവിധായകരുടെ റൂമിൽ പോയി വീടുകളിൽ പോയി നിൽക്കുന്നു, ഏതെല്ലാം രീതിയിൽ ചാൻസ് അന്വേഷിക്കുന്നു അല്ലേ. അപ്പോൾ ചിലരുടെ തലവരെ അങ്ങനെയാണ്. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞാണ്, അദ്ദേഹം ആ ഇത് ചൂസ് ചെയ്യുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം പെട്ടെന്ന് ഞാൻ ഓർത്തു. അത്രയധികം മനോഹരമായ പാട്ട്. രേവതിയും പാണ്ഡ്യനും മത്സരിച്ച് അഭിനയിച്ച അവരുടെയൊക്കെ തുടക്കപ്പടമല്ലേ, ആദ്യ സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് വൈഗക്കുട്ടിക്ക് അഭിനന്ദനങ്ങൾ. ഒരുപാട് സൂപ്പർ. താങ്ക് യു ചേച്ചി. വൈഗ, എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു. താങ്ക് യു സർ. പറയണ്ടല്ലോ, വളരെ വളരെ നന്നായിട്ട് പാടി. പിന്നെ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ ഒരുപാട് നന്ദി. നല്ല എന്താ പറയുക, നമ്മുടെ കൂടെ നിന്ന് പാടുന്ന ആളുടെ ഒരു സപ്പോർട്ട് കൂടി നമ്മളുടെ സിംഗിങ്ങിനെ ബാധിക്കും എപ്പോഴും. അപ്പോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്ന ഒരു മെയിൽ സിംഗർ ആണെങ്കിൽ കൂടുതൽ നന്നായി പാടാം അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സാറിനോടൊപ്പം? അയ്യോ, അടിപൊളിയായിരുന്നു. ഗ്രൂമിങ് മുതൽ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാറിന്റെ വോയിസ് പ്രത്യേകിച്ച്. ആഹാ, എങ്ങനെയായിരുന്നു പ്രാക്ടീസ് സെഷൻ? കുറെ സമയം കിട്ടിയോ അതോ? കുറെ സമയമല്ല, നമ്മള് 2-3 പ്രാവശ്യമൊക്കെ പാടി നോക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡ്യൂവറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഈ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു എന്താണ് വിരഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പ്രണയം തോന്നി തുടങ്ങും. അത്തരത്തിലുള്ള ഒരു പാട്ടാണ്. ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. ആദ്യം തന്നെ പിന്നെ രാജാ സാറുടെ കാര്യം പറയണ്ടല്ലോ. രാജാ സാറുടെ ഓരോ പാട്ടും ഓരോ വികാരമാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു ജീവിതമാണ് ശരിക്കും. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് വല്ലാത്തൊരു രീതിയിൽ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം. അത് ആരുടെ വോയിസിൽ വന്നാലും ആ മ്യൂസിക്കിനകത്തൊരു സോൾ ഉള്ളത് കൊണ്ടാണ് അത് എക്കാലവും നിലനിൽക്കുന്നത്. ആര് പാടിയാലും താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ, ഇത് താൻ 1%, ബാക്കി 99% രാജാ സാറിന്റെ പാട്ട്. താങ്ക് യു മോളു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ഒരു വൈബിലിരിക്കുകയാണ് അല്ലേ. നമുക്കൊരു വൈബ് ഉണ്ടാക്കി തന്നതിൽ ഒരു പൂക്കി താങ്ക്സ്. എല്ലാവർക്കും പൂക്കി. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. പൂക്കി ചേച്ചി മാർക്ക്. പൂക്കി കുട്ടിക്ക് 9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. പൂക്കിക്കുട്ടിക്ക് 9.2. താങ്ക് യു സർ.
കുട്ടിക്ക് ഈ മാർക്കില്ല. പാട്ട് എടുത്തുകൊണ്ട് വന്നതിനുള്ള സ്പെഷ്യൽ മാർക്കൂടെ ചേർത്ത് അങ്കിൾ ഒരു മാർക്ക് എടുക്കണം. താങ്ക് യു സർ. ഓക്കെ സോ ടോട്ടൽ 18.2. അടിപൊളി. ആൻഡ് താങ്ക് യു ചേട്ടാ. നമ്മുടെ വൈഗ കുട്ടിയുടെ വക ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വന്നതിന്. ഓക്കെ കൊടിയിലെ മല്ലിയപ്പൂ മണക്കുതേ മാറി എടുക്കവാ തൊടുക്കവാ തൊടിக்கிறേ നാനേ